ഇതൊരു വെറൈറ്റി സംഭവം കേട്ടോ. അതെ ചില്ലുമുട്ടിലാണ് കടുവ. അതേ കടുവ വെള്ളത്തിൽ നിന്ന് പുറത്തിറക്കാൻ തന്നു. സൈക്കിൾ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് 5 മിനിറ്റ് നടക്കാറുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ആട്ടോ നമ്മൾ വേണ്ടത്. നമുക്ക് ദാദറിൽ നിന്നും വരാം, അതുപോലെ CST നിന്നും വരാം. ദാദറിൽ നിന്നാണ് 20 മിനിറ്റ്. നമുക്ക് ട്രെയിനിന് വരാം കേട്ടോ. ട്രെയിനാണെങ്കിൽ എളുപ്പം. ട്രെയിനാണ് ഇഷ്ടംപോലെ 2 മിനിറ്റിൽ ട്രെയിൻ ഉണ്ട്. ഇന്ന് മഴയാണ്. ബാക്കി മുന്നോട്ട് കാണാം. ഇത് ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ലെഫ്റ്റോട്ട് ഇറങ്ങി പുറത്തിറങ്ങിയിട്ട് ഇവിടുന്ന് ലെഫ്റ്റ് ഇറങ്ങിയാൽ മതി. സ്റ്റേഷന് പുറകുന്നതിന്റെ ലെഫ്റ്റോട്ട് ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബൈക്കിള സൂല് എത്തും കേട്ടോ. മഴയാണ്, എന്നിട്ടും നല്ല തിരക്കുണ്ട് കേട്ടോ. കണ്ടിട്ട് ഇന്ന് അത്യാവശ്യം നല്ല മഴ കാലത്തോട്ട് എന്നിട്ട് നല്ല തിരക്കുണ്ട്. ഇത് എൻട്രൻസ് അല്ല. ഇവിടെ ഫീസ് പറഞ്ഞാൽ അഡൾട്ട്സിനാണെങ്കിൽ 50 രൂപയും ചിൽഡ്രൻസിന് 20 രൂപയും ഫാമിലിക്കാണെങ്കിൽ 150 രൂപ കേട്ടോ. ഫാമിലി പറഞ്ഞാൽ കേട്ടോ ടിക്കറ്റ് 50 രൂപ കേട്ടോ. ഞാൻ ഒറ്റയ്ക്കുള്ളൂ, ഫ്രണ്ട്സിനാരും വന്നില്ല. ടിക്കറ്റ് എടുത്തു. ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം ചെറിയ വാട്ടർഫോൾസ് സെറ്റപ്പ് വെയ്മൂവിന്റെയും കുറെ മൃഗങ്ങളുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി രണ്ട് മരങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മരത്തിന്റെ പേരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പീരങ്കി ഇരിപ്പുണ്ട്, പഴയ കാലത്ത് പീരങ്കി ഇരിപ്പുണ്ട്. ആളുകൾ കുറെ ഫോട്ടോ എടുക്കും. ഇന്നിപ്പോ ശനിയാഴ്ചയാണ്, പക്ഷെ ഇന്നിപ്പോ നല്ല മഴ ചെയ്തുകൊണ്ട് ഇന്ന് ആളുകൾ കുറവാണ് മൊത്തത്തിൽ ചെയ്യാം. ആദ്യം കണ്ടത് ആനയാട്ടോ, പക്ഷെ പുള്ളിപ്പോ താശനകത്താട്ടോ. മഴ ആയതുകൊണ്ടോ അല്ലെങ്കിൽ തണുത്തിട്ടാണോ അല്ലെങ്കിൽ പുള്ളി ഭക്ഷണം കഴിക്കാൻ അതേ ആനയുണ്ട് കേട്ടോ അവിടെ. അപ്പൊ നമ്മൾ ആനയാട്ടോ കാണുന്നത്. ഒരു പിടിയാനയാണ്. ആന എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരം കാണുന്നുണ്ട്. നമുക്കൊരു കൗതുകമായിട്ട് തോന്നില്ല, പക്ഷെ ഒരു ആന വന്നിട്ട് നല്ല സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വയനാട്ടിലൊക്കെ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു ആന മനുഷ്യനെ ഒന്ന് ഉപദ്രവിച്ചതുകൊണ്ട് ആന കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഫീലിംഗ് ഉണ്ട്. പിടിയാന കമ്മിങ് സൂൺ എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നിലവിൽ സിംഹം ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് മുന്നോട്ട് നോക്കാം എന്താന്ന്. ഇത് സിംഹത്തിനുള്ള പാർക്കാണ്. വന്നുകൊണ്ട് സിംഹം എത്തിയിട്ടില്ല. ഏരിയയിൽ എത്തിക്കടാ. കരണ്ടി ഉണ്ടോന്ന് നോക്കാം. ഇപ്പൊ മഴ ചെയ്തുകൊണ്ട് ഇന്ന് നല്ല മഴ ഇതേ കിടക്കുന്നു കാശാൻ. ഇന്ന് മഴ ചെയ്തുകൊണ്ട് കരടി എല്ലാ മൃഗങ്ങളും ഇപ്പോൾ ഒതുങ്ങിയിരിക്കട്ടോ. തണുപ്പതേ കരടി തന്നെ ഇരിക്കണേ. ഇതേ കിടന്നു കരടി. എത്ര വ്യക്തമാണെന്ന് എനിക്കറിയില്ല. വേറെ ഉണ്ടോ നോക്കട്ടോ. ഇനി ഇവിടെ 2-3 കരടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം ചില്ലും കൂട്ടിലാട്ടോ ഇട്ടേക്കണേ. ഇതൊരു കേവ്, ഒരു ചെറിയ ആർട്ടിഫിഷ്യലായിട്ട് ഒരു കേവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു കരടി ഉണ്ട് കേട്ടോ. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. എന്തൊരു കാണിക്കാം. അദ്ദേഹത്തെ ഇതായിരിക്കണം ആശാൻ. അവൻ എന്തോ തിന്നോണ്ടിരിക്കട്ടോ. ആശാൻ ഒരാൾ എന്തോ തിന്നോണ്ടിരിക്കാതെ എന്റെ അത്യം ഇതേ മരക്കഷ്ണം തിന്നുകൊണ്ടിരിക്കുന്നു. ഇതേ മരത്തിൽ ഇതേ മരക്കഷ്ണം കണ്ടിന്ന് ഓടിച്ചെടുത്തിട്ട് അതിലുള്ള ചെതല് തിന്നുള്ള പരിപാടി കേട്ടോ ഇരിക്കണേ. കേട്ടോ വലിയ മരത്തിന്റെ കഷ്ണം ഇരിക്കണേ. എന്താ പറഞ്ഞത് അതിനുള്ള ചെതല് തിന്നുള്ള പരിപാടി കേട്ടോ കതിരിട്ട് ഇരിക്കണേ. ഇവിടെ അടുത്ത് തിന്നിട്ടോ. ഇവിടെ വെറൈറ്റി ആയിരിക്കും. പക്ഷെ ഇന്നിപ്പോ മഴയായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. ആളുകളുടെ അടുത്ത് അവിടെ ആളുകളൊക്കെ കാര്യമായിട്ട് നോക്കണ്ട. എല്ലാവരും ഒച്ചപ്പാടിനൊക്കെ ഉണ്ട്. ഇത് വേണ്ട കടുവയുടെ സെറ്റപ്പാണ്. ഇത് വെള്ളത്തിനകത്താണ് കടുവ കിടക്കുന്നത്. ആളുകൾ അതുപോലെ നോക്കാനും അതുപോലെ വാച്ച് ചെയ്യാനുള്ള ആളുകളുണ്ട് കേട്ടോ. ഇവിടെ നല്ല തിരക്കാട്ടാ. നോക്കാം. ഇത് നോക്കിയാ സെറ്റപ്പ് വെള്ളത്തിനടുത്ത് ഇതേ നിങ്ങൾ കടുവ കഴിച്ചു. ഞാൻ മുന്നോട്ട് നോക്കാം, വരാൻ പറ്റി നോക്കട്ടെ. ഇതൊരു വെറൈറ്റി സംഭവം കേട്ടോ. അതെ ചില്ലുമുട്ടിലാണ് കടുവ. അതേ കടുവ വെള്ളത്തിൽ നിന്ന് പുറത്തിറക്കാൻ തന്നു. കുളിക്കാൻ വെള്ളത്തേക്ക് കൊണ്ടോ ഈ
സ്വിമ്മിംഗ് പൂൾ പറഞ്ഞാൽ ഇതിലാട്ടെ ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചേക്കണത്. നല്ല സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ വലിയ കടുവയായിട്ടോ, അത്യാവശ്യം വലിയ കടുവയാണ്. ഇതേ കണ്ടാൽ പോകണം, അതേ വാൻ പോകുന്നു. ഇന്ന് ശനിയാഴ്ചയാണ്, മഴ ഇതിന് തിരക്ക് കുറവാണ്. എന്നിട്ടും ശരി നല്ല സൈറ്റിംഗ്, കുറേ സൈറ്റിംഗ് കാണാൻ പറ്റിയിട്ടോ. ഇന്ന് മെയിൽ ടൈഗർ ആട്ടോ, 2 ടൈഗർ ഉണ്ട്, ഫീമെയിലുണ്ട് മെയിലുണ്ട്. ഫീമെയിലെ കാണാനില്ല, മെയിലാണ് ഇപ്പോൾ ലൈവ്. ഇതേ അവൻ ചാടി കയറാൻ നോക്കണു, ഇതേ അവൻ്റെ മണ്ടയിൽ കയറാൻ നോക്കണം. പിന്നെ അവൻ മാർക്ക് ചെയ്തിട്ട് പോകണതൊക്കെ അവൻ യൂറിൻ പാസ് ചെയ്ത് അവൻ്റെ ഏരിയയൊക്കെ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. വരുന്നുണ്ട് മോനെ, നല്ല മഴ കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നിന്നപ്പോൾ ടൈഗറിന് കഴിഞ്ഞിട്ട് ഇവിടെ മാനുണ്ട്, പുള്ളിമാനാട്ടോ. അപ്പോൾ കുറച്ചുണ്ട്, വേറെ ഒന്നും പ്രത്യേകിച്ചില്ല, വേറെ കാണിച്ചു കേട്ടോ. ഇനി അടുത്ത മാന് കുറച്ചുണ്ട്. അപ്പം എല്ലാം അവിടെ അവിടെ പോയി ഇരിക്കുക കേട്ടോ. പിന്നെ ഇതേ അവിടെ ഒരു ഇത് കൂടെ ഉണ്ട് കേട്ടോ, കൂരമാനും അവിടെ നിൽപ്പുണ്ട്. ഇതൊരു കൂരമാനാട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പെങ്കിനുള്ള മ്യൂസിയം ഉള്ളത്. ഇവിടെ പെങ്കിൻ ലൈവായി നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലല്ല ഏഷ്യയിൽ തന്നെ 1-2 സൂവിൽ മാത്രമേ പെങ്കിന് നേരിട്ട് ലൈവായിട്ട് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പെങ്കിനെ കാണിച്ചു കേട്ടോ. ഓഡിറ്റോറിയമാണ്, ഇതിനകത്തുള്ള പെങ്കിൻ നല്ല കോൾഡാണ്. ഇവിടെ പെങ്കിന് കാണാൻ പറ്റില്ല. യെസ്, വന്നോളൂ. ഏഷ്യയിൽ തന്നെ വളരെ റെയർ സ്ഥലങ്ങൾ മാത്രമേ പെങ്കിനെ ഡയറക്റ്റ് കാണാൻ പറ്റുള്ളൂ. കേൾക്കും കുറച്ച് ഇതവിടെ മുകളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് അവർ ക്ലീൻ ചെയ്യുന്നുണ്ട് അവിടെ കയറിയിട്ട്. ഇന്ത്യയിൽ പെങ്കിനുള്ള ആദ്യത്തെ വേറെ സൂകളിൽ ഒന്നാട്ടോ ഇന്ത്യയിൽ. എനിക്ക് തന്നെ ഞാൻ വേറെ സൂകളിൽ കുറേ പോയിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് പെങ്കിനെ അല്ലെങ്കിൽ ലൈവായിട്ട് നേരിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇതിനകത്തൊരു 10-20 ഉണ്ട് കേട്ടോ, 10-30 പെങ്കിനുണ്ട് കേട്ടോ. പറഞ്ഞ ചെന്നായിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അവൻ എവിടെയാണെന്നറിയില്ല, നല്ല മഴ കേട്ടോ അവിടെ. അതുകൊണ്ട് ഇതൊക്കെ എല്ലാ മൃഗങ്ങളിപ്പോൾ ഒതുങ്ങി എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കാണ്. ഇപ്പം കാണാനില്ല, ഒരു ചാൻസും ഇല്ല. അപ്പോൾ ഞാൻ അടുത്ത് നോക്കാം കേട്ടോ. ലെപ്പോഡ് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് അത് ഈ കേജ് ഉണ്ടോ, ഈ നെറ്റ് ഇട്ടുണ്ട്, നെറ്റിൻ്റെ അകത്തിട്ടാവും കിടക്കുന്നത്. ഇന്ന് മഴയതിൻ്റെ ആൾ കുറവാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അടുക്കാൻ പറ്റില്ല. വന്ന് പോയി നോക്കാനായിട്ടൊന്ന്. നമ്മുടെ പുള്ളിക്കട്ടോടെ കിടപ്പുണ്ട് കേട്ടോ. ഇതേ കിടക്കണു. പ്രതിമ പോലെയിട്ട് ഞാൻ വെച്ചാൽ പ്രതിമയായിട്ട് ആദ്യം കാണിച്ചേ. ഇതായിരിക്കും പുലിക്കുട്ട. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കണത് പുലിയുടെ ഇതിലാട്ടോ. കടുവയില്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന പുലിയുടെ ആക്രമണത്തിലാട്ടോ. ഫുൾ ഫെസിലിറ്റി ഉണ്ട്, വെള്ളത്തിനുള്ള ചെറിയ വെള്ളച്ചാട്ടം പോലെ സംവിധാനം എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ഉണ്ട്, ഒന്ന് കാണാനുള്ളൂ. 2 ഒരെണ്ണം കണ്ട് വേറെ കണ്ട് പിടിക്കാവുന്നുണ്ട്, കാണാനില്ല. പിന്നെ ഹൈന ഉണ്ട് കേട്ടോ. ഹൈന പറഞ്ഞാൽ അതിനുണ്ട് ആഫ്രിക്കയിലാണ്. ഇത് പറഞ്ഞ ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. ഇന്ത്യയിലും മഹാരാഷ്ട്രയിൽ മറ്റേ നമ്മുടെ തടോബയിൽ കിടപ്പുണ്ട്, തടോബ നാഷണൽ പാർക്കിലുണ്ട്. അതുപോലെ MP യിലും മധ്യപ്രദേശിലും ഇത് കണ്ടുവരുന്നുണ്ട് കേട്ടോ ഹൈന.
പക്ഷെ സൈസ് നോക്കുമ്പോൾ ആഫ്രിക്കൻ ഹൈനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ഹൈനിക്ക് സൈസ് കുറവാണ്. പക്ഷെ ഭയങ്കര അഗ്രസീവാട്ടോ, സാധനം നല്ല അഗ്രസീവാണ്. രണ്ടെണ്ണം കേട്ടോ അവന്മാര് ഫൈറ്റ് കൂടാ കേട്ടോ. ഫൈറ്റ് കൂടില്ല, അവന്മാരെ എണ്ണ കൂടാൻ നോക്കുന്നുണ്ട്. ഹൈന എണ്ണ കൂടുന്ന അപൂർവ കാഴ്ച കേട്ടോ. ഇത് ഹൈന കേട്ടോ കാഴ്ച. ഹൈന അത് എണ്ണ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഗൈസ് അതിനകത്ത് ഇവിടെ എണ്ണ കൂടിക്കൊണ്ടിരിക്കട്ടോ. ഇതൊരു അപൂർവ കാഴ്ചയാണ്. ഇന്ത്യയിൽ പറഞ്ഞാൽ വേറെ റയറായിട്ട് കണ്ട സംഭവം കേട്ടോ. അതെന്ന് പറഞ്ഞാൽ തടവുബിലുണ്ട്, അതുപോലെ തടവ് മഹാരാഷ്ട്രയിലുണ്ട്, അതുപോലെ MP യിലും ഉണ്ട്. ഈ സാധനം കണ്ടുവരുന്നുണ്ട്. ആഫ്രിക്കയിൽ വെച്ചുകൊണ്ട് ചെറുതായിരിക്കും കേട്ടോ സൈസിൽ. കിടക്കുന്ന ഇപ്പോൾ ഒത്തിരി സൈസ് ഉണ്ട് കേട്ടോ, നല്ല സൈസാണ്. ഇവനും വെള്ളം ഇങ്ങനെ കിടക്കാണ്. ഇതിൽ ഓർമ്മ ഉള്ളൂ കേട്ടോ. ഇത് മെയിൽ അല്ല, ഓർമ്മ രണ്ടെണ്ണം കേട്ടോ. രണ്ട് നല്ല സൈസ് ഉണ്ട് കേട്ടോ. എല്ലാം വെള്ളത്തിൽ കിടക്കാം കേട്ടോ. കാക്കൂത്തിൻ്റെ ഇനം കുരങ്ങുണ്ട് കേട്ടോ. ഇതേ കണ്ടുള്ള കുരങ്ങാണ്. ഇതിൻ്റെ അകത്തൊരു കുരങ്ങുണ്ട്. ഈ കുരങ്ങിൻ്റെ പ്രത്യേകത വെച്ചാൽ ആദ്യം പണ്ട് സ്പേസിൽ മനുഷ്യൻ പരീക്ഷണത്തിന് യൂസ് ചെയ്ത കുരങ്ങാട്ടത്. ഇത് ഇവിടെ കിടപ്പുണ്ട്. ആ ഇനം കുരങ്ങ് വിറകത്തിപ്പെട്ടാട്ടത്. ഇതിവിടെ രണ്ടെണ്ണം ഇരിപ്പുണ്ട്. പിന്നെ മനുഷ്യന്റെ ബ്ലഡ് ടെസ്റ്റിന് കാര്യങ്ങളൊക്കെ ആയിട്ടും ഈ നമ്മൾ പരീക്ഷണത്തിൽ യൂസ് ചെയ്തത്. ഇവിടെ 2-3 ഇരിപ്പുണ്ട്. ഞാൻ ഇപ്പോൾ ക്ലോസിട്ട് കാണിച്ചോട്ടെ. സാധാരണ നാടൻ കുരങ്ങിലിരിക്കണം, പിന്നെ അതിൻ്റെ വേറെ വ്യത്യാസം ഉണ്ട് കേട്ടോ. അതിന് പിന്നെ ഞാൻ ഇവിടെ ബേഡ്സിൻ്റെ പാർക്കാട്ടത്. ഇവിടെ ഒരുപാട് ബേഡ്സിൻ്റെ. പിന്നെ ഞാനിവിടെ കുറേ വീഡിയോസ് എടുത്തിട്ടില്ല. കുറേ ആനിമൽസിൻ്റെ വീഡിയോസ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ ഞാൻ കോമൺ ആയിട്ട് കാണുന്ന കുറേ ഡിയേഴ്സിൻ്റെ വെറൈറ്റി ഡിയേഴ്സ് ഉണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ട്സായിട്ട് ഉണ്ടാകും. ഇവിടെ ഒരുപാട് ബേഡ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇനി മുന്നോട്ട് നോക്കാം എന്തൊക്കെയുണ്ട്. ഇതിൻ്റെ അകത്തായിട്ട് ഇറങ്ങുന്നത് എല്ലാ ബേഡ്സിലും ഒരുപാട് ബേഡ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്, വെറൈറ്റീസ്. അപ്പോൾ അതേ ഇവിടെ നല്ല സൗണ്ട് ഇടയ്ക്ക് കിളികളുടെ നല്ല സൗണ്ട് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് എന്ത് കാണാൻ പറ്റും നമുക്ക് നോക്കാം. ഫസ്റ്റ് സെക്ഷന് ഇതായിരിക്കുന്നു മഴവഴമ്പല്, മലബാർ. ചെറുതാട്ടോ, കുഞ്ഞാട്ടോ, അതിൻ്റെ സൈസില്ല. അതല്ലേ തത്തയുണ്ട് കേട്ടോ. കുറേ പാരറ്റ്സ് ഉണ്ട്. ഇവിടെ ഒരുത്തരൂടെ ഇരിപ്പുണ്ട് കേട്ടോ. ബ്രസീലിയൻ പാരറ്റ് കേട്ടോ. പറഞ്ഞാൽ മിലിറ്ററി മക്കാവും എൻ്റെ പേര് പറയണേ. ബ്രസീൽ അങ്ങനത്തെ ആമസോൺ നദിയിൽ കാണപ്പെടുന്ന വലിയ സൈസ്, നല്ല സൈസ്, ഭയങ്കര സൗണ്ടായില്ലേ. ശത്രുക്കളെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സൗണ്ടിലാക്കും. ഇതായിരിക്കും അവരുടെ ഇരുട്ടാണോ, ഒന്ന് കാണിക്കാൻ പറ്റുള്ള ഒരു പരിധി ഉണ്ടോ. മഴ കാരണമൊക്കെ അവിടെ ഒതുങ്ങിയിട്ടുണ്ടാവും. ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്, ഇതും അതുപോലെ ഇത് ആഫ്രിക്കകളിൽ കണ്ടുവരുന്ന ഗ്രേ പാരറ്റ് കേട്ടോ. പറഞ്ഞാൽ ചാര കളറും സെൻട്രലിൽ ഒരു ചെറിയ റെഡ് കളറും ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ നോർമൽ ഇന്ത്യ തത്തേക്കൾ ഇന്ത്യ തത്തേക്കൾ ഇച്ചിരി സൈസ് ഉണ്ട്. ഇതിന്റെ ലൈഫ് സ്പാൻ 40 to 60 ഇയർ ആട്ടോ.
ഇതിന് കാണുന്നൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ചാര കളറിന് തലയുടെ ഇവിടെ ചെറിയ വൈറ്റ് കളറുണ്ട്, അതുപോലെ റെഡ് കളറുണ്ട് കേട്ടോ ടൈല്. ഇത് കണ്ടുള്ള ഞങ്ങളുടെ സമ്മേളനത്തിൽ ഇരിക്കുന്നവരുടെ എല്ലാം കൂട്ടത്തോടെ ഇരിക്കട്ടെ. ഇതൊക്കെ നമ്മുടെ കൊക്ടെയിലുകളാട്ടോ, വെറൈറ്റി കൊക്ടെയിലാണ്. നമ്മുടെ കോമൺ ആയിട്ട് കാണുന്ന കൊക്ടെയിൽസ് ആണ്. ഇവിടെ നിറച്ചുണ്ട്, ഇത് ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്, നിറച്ചിരിപ്പുണ്ട് കേട്ടോ. ഇതിന്റെ കൊമ്പില് മഴ കാരണമൊക്കെ ഒതുങ്ങിയിരിക്കണം കേട്ടോ. ഇതിപ്പോ ഇവിടെ മുംബൈയിൽ നല്ല മഴയാണ്, അതിന്റെ കാരണമായിട്ടൊക്കെ ഒതുങ്ങിയിരിക്കണം കേട്ടോ എല്ലാം. അപ്പറേ ചീങ്കണ്ണി ഇവിടെ മുതലായിട്ട് ഇറങ്ങുന്നത്. ഇതൊരു സെക്ഷൻ, ഇനി അടിയിലെ സെക്ഷൻ കാണിച്ചിട്ടാ, അതാണ് വെറൈറ്റി കാണാൻ. നല്ല അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടോ, നല്ല ഒരു വെറൈറ്റി രീതിയിലാണ് അവിടെ ചെയ്ത് വെച്ചിരുന്നത്. ഇനി അടിയിലെ സെക്ഷൻ കാണിച്ചിട്ടോ എങ്ങനെയാന്ന്. 2 സെക്ഷനിലാണ് തിരിച്ചിരുന്നത്. അപ്പം അടിയിൽ മുകളിലെ സെക്ഷൻ കണ്ടു, ഇനി അടിയിലെ സെക്ഷൻ കാണിച്ചു തരാട്ടോ. ഇവിടെ വലിയ മുതലയുടെ മറ്റേ ഇതൊക്കെ ചെയ്ത് സെറ്റാക്കി മുകളിലത്തെ സെക്ഷൻ, ഇനി അടിയിലെ സെക്ഷൻ കാണിച്ചു തരാട്ടോ. വാവ്, ഇത് കണ്ടോളൂ, ഇത് അടിയിലാട്ടോ, അടിയിൽ വെറൈറ്റി കേട്ടോ. അതെ, വെള്ളത്തിനടിയിൽ ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ മുതല നമ്മളെടുത്തിട്ട് പോകും. ഇതിൻ്റെ അടിയിൽ കൂടെ കാണാൻ പറ്റി നോക്കട്ടോ. അതെ, വെള്ളത്തിനടിയിലുള്ള സെക്ഷൻ ആട്ടോ അത്. ഇത് വേറൊരു ഇത് തന്നെ കേട്ടോ. ഇവിടെ മുതല കാണാൻ പറ്റുമെന്ന് കണ്ടറിയാൻ നോക്കട്ടെ. എൻ്റെ ദൈവമേ, അതേ ഇത്രയും വെള്ളമുണ്ട്, ഇത്രയും വെള്ളത്തിലാട്ടോ മുതലിറങ്ങുന്നത്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ചില്ല് പൊട്ടിയ പണി പാലമ്പളത്തിൽ കിട്ടും. മുതലാവുന്ന നമ്മൾ നിന്നിട്ട് പോകും. ഇത് ഇവിടെയൊക്കെ ഫോട്ടോ കുറച്ച് വേറെ മുതലയുടെ ഇതൊക്കെ വെച്ചിട്ടുണ്ടോ. ഇവിടെ ഒന്നും കാണാം, ഇവിടെ മുതലൊന്നും കാണാനില്ല. ഇനി അപ്പുറം പോയി ചീങ്കണ്ണിട്ട് നോക്കാം കേട്ടോ. കായ്സ് ഇവിടെ ചീങ്കണി കിടപ്പുണ്ട് കേട്ടോ. ഇറങ്ങുന്നു കായ്സ്. ഇവിടെ ചീങ്കണി കിടപ്പുണ്ട് കേട്ടോ. വാവ്, എന്ത് ഭംഗിയൊക്കെ. വെള്ളത്തിനടിയിൽ ചീങ്കണ്ണി. ഞാൻ നിൽക്കുന്ന സീൻ കണ്ടുള്ളത് ഇവിടെ കിടക്കണം. വെള്ളത്തിനടിയിൽ ഇവിടെ ചില്ല് വെച്ച് അക്വോറിയമ്മിൽ തിരിച്ചേക്കാട്ടാ. ഇതിന്റെ അടിയിലാണ് ചീങ്കണി കിടക്കുന്നത്. ഇതെവിടെ ചീങ്കണി 2 മുകളിൽ നിന്ന് കണ്ട ചീങ്കണി 2 ഇറങ്ങുന്നത്. ഇത് ഇറങ്ങുന്നത് ഇത്ര കാണിക്കാൻ പറ്റുള്ളൂ. മാക്സിമം ട്രൈ ചെയ്യാം. 2 ചീങ്കണിയുടെ കിടപ്പുണ്ടോ. സെറ്റപ്പിലോട്ടോ ചെയ്ത് വെച്ചിരിക്കുന്നത്. മുകളിൽ തട്ടില് മുകളിലെ ആളുകൾക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും, കരയിലേക്ക് കാണാൻ പറ്റും. എവിടെ ചെന്ന് അടിത്തട്ടിലുള്ള ചീങ്കണി കാണാൻ പറ്റും. അതിൽ നല്ലൊരു സെക്ഷനിലാണ് അവർ തിരിച്ചിരിക്കുന്നത്. കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ്, ഇങ്ങനെ ബേഡിൻ്റെ സെക്ഷൻ വേറെ കേട്ടോ. ഇവിടെയൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനും അഴിച്ചിട്ടൊക്കെ കേട്ടോ. ഇവിടെ കുറേ വെറൈറ്റി കൊക്കുകളുണ്ട് കേട്ടോ. ഇവിടെ പറഞ്ഞാൽ ദേശാടന പക്ഷികൾ, അങ്ങനത്തെ കുറേ വെറൈറ്റി. ഇത് ചെങ്ങല വെച്ച് അവിടെ മൂടി വെച്ചേക്കാണ്. പറഞ്ഞാൽ വാവ്, ഇത് ഫ്ലമ്മിങ് നോക്കുന്നു. ഇഷ്ടംപോലെ ഫ്ലമ്മിങ് കൊണ്ട് കുറേ വെറൈറ്റി ബേഡ്സ് ഉണ്ട് ഇവിടെ. ഇവിടെ മതിലിച്ച് മൂടിക്കാണ്. അവർക്ക് പറഞ്ഞാൽ ഇവിടെ കെട്ടിയിട്ടേക്കല്ല കേട്ടോ. അവിടെ കൂടല്ല കേട്ടോ അതൊരിക്കുന്നത്. അവർക്ക് നാച്ചുറലായിട്ട് അവരുടെ എൻവയോൺമെന്റിൽ തന്നെ കിടക്കാവുന്ന സെറ്റപ്പിലാണ് അത് ചെയ്ത് വെച്ചിരുന്ന സെറ്റപ്പ്. ഇവിടെ ഇഷ്ടംപോലെ കൊക്കുകളുണ്ട് കേട്ടോ. ഇത് ഒരവിടെ ഇരിക്കണു. ഇത് പിന്നെ കുറെ പെലിക്കനുകളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ പൂതാമര നമ്മുടെ നാടൻ കൊക്കുകളുണ്ട് ഇവിടെ. നാടൻ കൊക്കുകൾ ഇരിക്കണു ഇവിടെ. പിന്നെ ഇത് ഒരു പെലിക്കനോട് ഇരിക്കണു. കഴിച്ച് ഇവിടെ കുറേ വെറൈറ്റി കൊക്കുകളുണ്ട്. അതേ അടിക്കണം കുറേ എണ്ണം. അതുപോലെ ഇവിടെ അതേ കുറേ കൂടുതലുണ്ട് കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പം കാട്ട തലയിലേക്ക് വീഴും. ഇവിടെ കുറേ കൂടെ കൂട്ടിയിട്ടുണ്ട് നിങ്ങൾ. മരത്തിൽ നിറച്ചും കൂടുതലാട്ടോ. ഇവിടെ എന്ന് കഴിഞ്ഞാൽ പണിയാണ്, പെട്ടെന്ന് തന്നെ പോട്ടെ, അല്ലെങ്കിൽ കാട്ടം വീഴും മേത്തേക്ക്. ഇത് കൊക്ക് ഇവിടെ കൂട് കൂട്ടിക്കാട്ട് നിറച്ചും. ഇതൊക്കെ നെസ്റ്റാട്ടോ നിറച്ചും. ഇവിടെ നാച്ചുറൽ ഇവരുടെ ഹാബിറ്റ് ആയിട്ടുള്ള വെച്ചേക്കണ കുക്കുകളൊക്കെ നിറയെ ഇതട്ടോ, നിറയെ കൂടുതലട്ടോ. അവിടെ മരത്തിന് വലിപ്പം കണ്ടോ. ഒറ്റ ആൽമയിൽ നിന്നിട്ട് ഉണ്ടാക്കണട്ടോ ഈ ആൽമരം മൊത്തം.
ഇത് ഇവിടെ നിന്ന് അവിടെ നിന്ന് ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒറ്റ ആൽമയിൽ നിന്ന് ഇങ്ങനെ പടർന്നതായിട്ടാണ് കേട്ടോ അവർ പറഞ്ഞത്. യക്ഷി വരുന്ന ആൽമരം. ആയി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.